പഹൽഗാം അറ്റാക്കിന് ശേഷം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നിലനിൽക്കുന്നത് ഇപ്പോൾ വളരെ സംഘർഷഭരിതമായ ഒരു അവസ്ഥയാണ്. പാകിസ്ഥാൻ ഇന്ത്യ ലക്ഷ്യമിട്ട് അയച്ച ഡ്രോണുകൾ തകർത്തുവെന്നും ഇന്ത്യ തിരിച്ചടിച്ചുവെന്നുമുള്ള വാർത്തകളും അതിന്റെ വിഷ്വൽസും നമ്മൾ ടി വിയിൽ കാണുന്നുണ്ടാവും. ആ വിഷ്വൽസ് നിങ്ങൾ ടി വിയിൽ കാണുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അതിന് താഴെ അല്ലെങ്കിൽ ആ വിഷ്വൽസിന്റെ മുകളിലായിട്ട് ഡെഫേർഡ് വിഷ്വൽ അല്ലെങ്കിൽ ഡെഫേർഡ് വീഡിയോ എന്ന് എഴുതിയിട്ടുണ്ടാവും. ഡെഫേർഡ് വിഷ്വൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അർത്ഥമാക്കുന്നത് എന്താണ്? നമ്മൾ ലൈവ് ടെലികാസ്റ്റ് ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത്, ലൈവ് വാർത്തയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ ഒരു വിഷ്വൽ നിങ്ങളെ കാണിക്കുമ്പോൾ അതിന്റെ മുകളിൽ ഡെഫേർഡ് വീഡിയോ എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ആ വീഡിയോ ലൈവ് അല്ല, അത് അല്പം ഡിലേഡ് ആണ്, എന്ന് വെച്ചാൽ അല്പം മുമ്പ് ഷൂട്ട് ചെയ്തതാണ് അല്ലെങ്കിൽ പ്രീ റെക്കോർഡഡ് ആണ് എന്നാണ് അതിന്റെ അർത്ഥം. അതായത് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് കാണിക്കുന്ന വിഷ്വൽ യഥാർത്ഥത്തിൽ ഇപ്പോൾ നടന്നതല്ല, ഒരല്പം മുമ്പ് നടന്നതാണ് എന്നാണ് ഇത് ലളിതമായി പറഞ്ഞാൽ അതിന്റെ അർത്ഥം. എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നു എന്നതിന് ഒരു 3-4 കാരണങ്ങൾ നമുക്ക് പറയാം. അതിൽ ഒന്നാമത്തേതെന്ന് പറയുന്നത് സെക്യൂരിറ്റി ആൻഡ് സേഫ്റ്റിയാണ്. സുരക്ഷ മുൻനിർത്തി ചെയ്യുന്ന ഒരു സംഗതിയാണ്. റിയൽ ടൈം വീഡിയോ കാണിക്കുന്നത് ചിലപ്പോൾ രാജ്യ സുരക്ഷയ്ക്ക് ഭീഷണിയാവാൻ സാധ്യതയുണ്ട്, രാജ്യ സുരക്ഷയെ കോംപ്രമൈസ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഡെഫേർഡ് വിഷ്വൽസ് കാണിക്കുന്നതിന്റെ രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് വെരിഫിക്കേഷൻ ഓഫ് ഫാക്ട്സ് അഥവാ വസ്തുതകളുടെ ആധികാരികത ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയാണ്. കേൾക്കുന്ന അല്ലെങ്കിൽ കിട്ടുന്ന എല്ലാ വാർത്താ ഫീഡുകളും സത്യമാണോ എന്ന് ചെക്ക് ചെയ്യാനും വാർത്തയുടെ ആധികാരികത ഉറപ്പിക്കാനും അതുവഴി തെറ്റായ ഇൻഫർമേഷൻസ് ജനങ്ങളിലേക്ക് എത്താതിരിക്കാനും വിഷ്വൽസ് ഡിലേ ചെയ്യുന്നത് അല്ലെങ്കിൽ ഡെഫേർഡ് വിഷ്വൽസ് സഹായിക്കും. കിട്ടുന്ന വിഷ്വൽസിൽ വേണ്ട എഡിറ്റിങ്ങുകൾ നടത്താൻ സാധിക്കും എന്നുള്ളതാണ് ഡിലേഡ് വീഡിയോ അല്ലെങ്കിൽ ഡെഫേർഡ് വീഡിയോ കൊടുക്കുന്നതിന്റെ മൂന്നാമത്തെ കാരണം. നിയമപ്രശ്നങ്ങളും അതുപോലെ ധാർമ്മികതയുമാണ് വീഡിയോസ് ഡെഫർ ചെയ്യുന്ന അല്ലെങ്കിൽ ഡിലേ ചെയ്യുന്നതിനുള്ള നാലാമത്തെ കാരണം. പലപ്പോഴും ഇത്തരം ഡെഫേർഡ് വീഡിയോകൾ 5 മുതൽ 30 സെക്കൻഡ് വരെ ഡിലേ ഉള്ളതുമാണ്. അപ്പോൾ അടുത്ത തവണ നിങ്ങൾ ടി വിയിൽ വാർത്ത കാണുമ്പോൾ ഒരു വിഷ്വലിൽ ഡെഫേർഡ് വീഡിയോ എന്ന് കാണുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഓർക്കുമല്ലോ. അതൊരു വെറും ടൈം ഡിലേ മാത്രമല്ല, ഒരു എഡിറ്റോറിയൽ ഡിസ്ക്രിപ്ഷനാണ്, പ്രത്യേകിച്ചും ഇത്തരം വോളറ്റൈൽ സിറ്റുവേഷനിൽ. മാത്രവുമല്ല, തെറ്റായ ഇൻഫർമേഷൻസ് ജനങ്ങൾക്കിടയിൽ പടർത്താതിരിക്കുക എന്നുള്ളത് ഉത്തരവാദിത്തമുള്ള ഒരു പൗരന്റെ ധർമ്മവുമാണ്.